സന്നിധാനത്തെ തിരുസന്നിധിയാണ്. അപ്പോൾ ഇത് പരമ്പരാഗത കാനനപാതയായിട്ടുള്ള പുല്ലുമേട്ടിലേക്കുള്ള യാത്രയാണ്. പുല്ലുമേട് നിന്ന് ഭക്തർ ഇങ്ങോട്ടേക്കാണ് വരുന്നത്. നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവുകയാണ്. ഈ വർഷത്തെ പുല്ലുമേട്ടിലെ ആ കാഴ്ചകളും ആ യാത്രകളും എന്തൊക്കെയാണെന്ന് എൻ്റെ കൂടെ പങ്കുവെക്കാനുള്ളത് നമ്മുടെ ഫോട്ടോഗ്രാഫർ പ്രണവാണ്. പ്രണവ് ആദ്യമാണല്ലേ? അതെ, ആദ്യമായിട്ടാണ്. പിന്നെ ഉള്ളത് മുൻപ് പരിചയമുള്ള ഇവിടെ വന്നിട്ടുള്ള നമ്മുടെ ക്യാമറമാൻ വേണുചേട്ടനാണ്. വേണുചേട്ടനെ വഴിയെ കാണിച്ചു തരാം. ഇവിടെ പോയാലോ? വാ സാർ, ഒന്ന് പുല്ലുമേട്ടിലേക്ക് പോയായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 പേരുണ്ട്. ആ ഓക്കെ, ശരി. സാമിച്ചേട്ടാ, സാമിച്ചേട്ടാ. ആ കാണുന്ന വഴിയുണ്ടോ? അതാണ് പ്രധാനപ്പെട്ട ഭക്തരെല്ലാവരും കുളിക്കാൻ പോകുന്ന സ്ഥലം, ഉരക്കുഴി. അത് ഒരു ഐതിഹ്യമൊക്കെ ഉള്ള ഒരു ഇടം കൂടിയാണ്. ഇതാണ് യഥാർത്ഥ ഒരു കാനനപാതയായിട്ട് ഇന്ന് കാണുന്നതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒരിടം. കല്ലും മുള്ളും താണ്ടി അയ്യനെ കാണാൻ ആയിരക്കണക്കിന് പേരാണ് ഈ വഴി എത്തുന്നത്. ഈ പാതയിലൂടെ കയറി വരുമ്പോൾ തന്നെ കാണാൻ കഴിഞ്ഞത് പ്ലാസ്റ്റിക് കുപ്പികളും മറ്റുമൊക്കെ ആയിട്ട് സമയമിടണമാണ്. അങ്ങനെ പലതരത്തിലുള്ള ആളുകളാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. പക്ഷേ അയ്യപ്പനെ കാണാൻ വരുന്നതല്ലേ, സ്വാഭാവികമായിട്ടും നമ്മൾ ഈ കാടിനെ സംരക്ഷിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ. അതിനുവേണ്ടി ഇവിടെ ഒരുക്കിയിരിക്കുന്നതാണ്. ഇത് കണ്ടില്ലേ, പ്ലാസ്റ്റിക് കുപ്പികളും സാധനമൊക്കെ നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ അത് ഇതിനകത്ത് നിക്ഷേപിക്കുക. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ഇവിടെ മറ്റു വന്യജീവികളടക്കം ഇവിടെയുള്ള, അപ്പോൾ അവർക്കും അവരുടെ സ്വൈര്യജീവിതം വേണ്ടേ. സ്വാമി ശരണം. എങ്ങനെയുണ്ടായിരുന്നു യാത്ര? ആ, അടിപൊളിയായിരുന്നു. എവിടെ നിന്നാണ് വരുന്നത്? നമ്മൾ തിരുവനന്തപുരം. ആ, അവിടെ നിന്ന് എപ്പോൾ തിരിച്ചു പോയി? ഇവിടെ നിന്ന് 7:50. അനിരുദ്ധ്, ആദ്യമായിട്ടാണോ പുല്ലുമേട് വഴിയാണ്? അല്ല, 2 പ്രാവശ്യം പുല്ലുമേട് വഴിയാണോ? എങ്ങനെയുണ്ട് യാത്ര? ചെയ്യുന്നത് അടിപൊളിയാണോ? ഇതാണ് ഈ പ്ലാവ് കണ്ട. ഈ പ്ലാവിന് പറയുന്ന പേരാണ് പോടം പ്ലാവ്. അപ്പോൾ സാധാരണ വരുമ്പോൾ പോടം പ്ലാവ് വരെ എത്തിയെന്നൊക്കെ പറയും. ഹായ് കണ്ട, ഇത്രയും വലിയൊരു പോത് ഈ പ്ലാവിനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പോടം പ്ലാവ് എന്ന് പറയും. അങ്ങനെ ഈ പോടം പ്ലാവിൻ്റെ സ്ഥലമെന്ന് കൂടി ഇതിനെ അറിയപ്പെടുകയും ചെയ്യുന്നു. അതെ, ആനപ്പിണ്ടം കണ്ട. ഇതുണ്ട് പ്ലാസ്റ്റിക് ആനപ്പിണ്ടത്തിനകത്തുനിന്ന് കിട്ടിയതാണ്. അതായത് ബിസ്ക്കറ്റിൻ്റെ കവറാണ്. സ്വാഭാവികമായിട്ടും ഇത് ഈ കാടെന്ന് പറയുന്നത് ഇവിടുത്തെ വന്യമൃഗങ്ങളുടെയാണ്. ഈ വന്യമൃഗങ്ങളുടെ കാട്ടിൽ നമ്മൾ നടന്നു പോകുമ്പോൾ അവർക്ക് ഹാനികരമായിട്ടുള്ള ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ എത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കും അവർ അനുഭവിക്കുന്നത്. ചിലപ്പോൾ അവർ ദഹനപ്രക്രിയ ബാധിക്കും. പിന്നെ ആനയ്ക്ക് തൊട്ടിനും തോറും ചിലപ്പോൾ ഭക്ഷണം എടുക്കാൻ പറ്റാതെ. അതുപോലെ മാന്, മ്ലാവ് അങ്ങനെയുള്ള ഒരുപാട് ജീവികൾക്ക് ഇത് പ്രശ്നം ഉണ്ടാക്കും. അയ്യോ, നേരെ വെള്ളച്ചാട്ടം തുറന്നതല്ലേ, പോയിട്ടാ ഒന്ന് തണുപ്പിക്കാം. അയ്യപ്പ സന്നിധിയിലെ നല്ല തെളിവിലാണ്. എങ്ങനെയുണ്ടായിരുന്നു യാത്ര? എങ്ങനെയുണ്ടായിരുന്നു ഇങ്ങോട്ടേക്കുള്ള യാത്ര? സൂപ്പറായിരുന്നോ? അപ്പോൾ ഈ കാണുന്ന ഇടുങ്ങിയ ഇടം ഇത് വലിയൊരു കുഴിയാണ്. അപ്പോൾ ഈ സ്ഥലത്താണ് പണ്ട് നമ്മുടെ ശബരിമലയിൽ സാധനങ്ങളും മറ്റുമൊക്കെ കൊണ്ടുവരുന്ന കഴുതകൾ. ആ കഴുതകളും മറ്റുമൊക്കെ പ്രായാധിക്യമായി കഴിഞ്ഞ് കഴിയുമ്പോൾ അവയെ പിന്നീട് ഉപയോഗിക്കാൻ പറ്റാതാവും. അപ്പോൾ ആ കഴുതകളെ ഇവിടെ കൊണ്ടുവന്ന് തള്ളും ആയിരുന്നു. അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുന്ന ആ ഒരു സ്ഥലമായതിനാൽ തന്നെയാണ് ഈ സ്ഥലത്തിനെ കഴുതക്കുഴി എന്ന ആ പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. ഫോറസ്റ്റിൻ്റെ കേന്ദ്രമാണ്. അപ്പോൾ ഇവിടെ അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നാരങ്ങോളം കുടിച്ച് നേരെ പുൽമേട്ടിലേക്ക് പോവാം. എപ്പോഴാണ് പോകുന്നത്? ഇന്നലെ രാത്രി. പുല്ലുമേടിന്ന് എപ്പോൾ തിരിച്ചു? 10 മണിക്ക് തിരിച്ചു. ഇനി പയ്യാൻ കാണുന്ന നിന്നാൽ മതി. പ്രണവ് എൻ്റെ ഇടയ്ക്ക് ഒരു ഫോട്ടോ എടുത്തിട്ട് കാണിച്ചിട്ട് പറഞ്ഞ് ആ കാണുന്ന ആ പുൽമേട് വലിയ ദൂരമൊന്നുമില്ലെന്ന്. പക്ഷേ അവിടെ നിന്ന് തുടങ്ങി നടത്താണ്. പക്ഷെ നല്ല രസമായിരുന്നു. പക്ഷെ കുറെ അധികം വേണ്ടി വന്നു പുൽമേട് കണ്ടുപിടിക്കാൻ. കാട്ടിൽ കൂടെ പോണ അയ്യപ്പനെ കാണാൻ. എങ്ങനെയുണ്ടായിരുന്നു യാത്ര? സുഖം തന്നെ. സ്വാമി, എങ്ങനെയുണ്ടായിരുന്നു യാത്ര?
പഴയ ഇച്ചിരി പാടായി പോയത് ആണോ ഈ ഇറക്കാം കാലില് ചെറിയ ഒരു വേദനയുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു യാത്ര? എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല. എന്താ പേര്? ദേവസേന. നല്ല യാത്രയാണ്. ആ ശരണം വിളികളാണ് ഈ പുല്ലുമേട്ടിന്റെ വേറൊരു പ്രത്യേകത. എങ്ങനെയുണ്ടായിരുന്നു മോനെ യാത്ര? പൊളി കൊള്ളായിരുന്നു. അടിപൊളി. ആ. എങ്ങനെയുണ്ട്? പൊളി പൊളി അടിപൊളി. ഉഷാറായി ഈ യാത്ര. കൊള്ളാം. കൊള്ളാം. രസമായിട്ടുണ്ട്. ഇനിയിപ്പോ കാട്ടിക്കൂടിയാ പോകാൻ പോണേ. അയ്യപ്പനെ കാണാൻ പോയണോ? എങ്ങനെയുണ്ട് യാത്ര? എങ്ങനെയുണ്ട്? കൊള്ളായിരുന്നു. കൊള്ളായിരുന്നു. കാടൊക്കെ എങ്ങനെയുണ്ട്? കൊള്ളായിരുന്നു. ശബരിമല 5 കിലോമീറ്റർ. അപ്പോൾ ഇതാണ് പുണ്യം പൂങ്കാവനമായ ആ പുല്ലുമേട്. അപ്പോൾ ഈ പുല്ലുമേട്ടിൽ നിന്ന് 5 കിലോമീറ്റർ താണ്ടി കഴിഞ്ഞാൽ അയ്യനെ കാണാനെത്തും. ആ കാണുന്ന വഴിയിൽ നിന്നാണ് സ്വാമിമാർ വന്ന് ഇവിടെ ഫോറസ്റ്റിൻ്റെ ഉണ്ട്, അവിടെ എൻ്റർ ചെയ്ത് അവിടെ ചെറിയൊരു മെഡിക്കൽ ക്യാമ്പൊക്കെ ഉണ്ട്. അവിടെ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ തൊട്ടിപ്പുറത്ത് കഞ്ഞി, കട്ടൻ, വട, ബജ്ജിയൊക്കെ കിട്ടുന്ന ഫോറസ്റ്റിൻ്റെ തന്നെ ഒരു കടയുണ്ട്. അങ്ങനെയുണ്ട്. കൊള്ളാം. നോക്കിയേ എങ്ങനെയുണ്ട്? ആ എന്ത് കിട്ടിയാലും വലിയ ആശ്വാസമാണ്. പുല്ലുമേട്ടിനെ ദുരന്തത്തിൽ ആഴ്ത്തിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. മകരവിളക്ക് കഴിഞ്ഞ് തിരികെ അയ്യപ്പന്മാർ പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് തിരികെ പോകുന്ന സമയത്ത് വലിയ റഷായിട്ട് വലിയൊരു ദുരന്തമായിട്ട് മാറുകയും അന്ന് 102 പേരാണ് മരിച്ചത്. അവിടെയായിരുന്നു ഈ ദുരന്തം മൊത്തവും സംഭവിച്ചത്. നമുക്ക് ചെറിയൊരു ഓർമ്മയുള്ളൂ. ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലത്തെങ്ങാണ്ടാണ് അപകടം സംഭവിക്കുന്നത്. അങ്ങനെ പുല്ലുമേട്ടിനെ നടുക്കിയ വലിയൊരു സംഭവം അതാണ് ദുരന്തം. 102 പേരാണ് മരിച്ചത്. അപ്പോൾ ഏതായാലും ഇതൊക്കെയാണ് സന്നിധാനത്ത് നിന്നും ഈ പുല്ലുമേട്ടിലേക്കുള്ള യാത്രയിലെ കാഴ്ചകൾ. അപ്പോൾ പ്രണവനും ക്യാമറമാൻ വേണുവിനുമൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, പുല്ലുമേട്.